ഹായ് മക്കളെ, നീറ്റ് എക്സാം നീറ്റ് 2025 എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങളിപ്പോ പ്രീ നീറ്റ് മോക്ക് എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രീ നീറ്റ് മോക്ക് എക്സാമുകളാണ് ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതും അതിനുശേഷമാണ് പരീക്ഷ എഴുതുന്നത്. സോ ഈ സമയത്ത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ പലരും വിട്ടുപോകുന്നതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് പറയാനാണ് ശരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്നത്. നീറ്റ് 2025 നിങ്ങൾ ആ എക്സാം ഹാളിൽ പോയിരുന്ന് എഴുതുമ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നീറ്റിന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ 180 ചോദ്യങ്ങളാണ്, 3 മണിക്കൂറാണ് പരീക്ഷ, 45 അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. മൊത്തം 720 മാർക്ക് എന്ന് പറയുന്നത്. ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു ചോദ്യം ശരിയാക്കിയാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം ശരിയാക്കിയാൽ എന്തായാലും ഒരു ഓപ്ഷനെ കറക്റ്റ് ആവത്തുള്ളൂ. ഒരു ഓപ്ഷൻ കറക്റ്റ് ആക്കിയാൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് തെറ്റിപ്പോയാൽ -1 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ടോട്ടലി 5 മാർക്ക് നിങ്ങൾക്ക് പോകും. പിന്നെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവിടെ നെഗറ്റീവ് ഒന്നും പോവില്ല, 0 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന കാര്യം ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. വളരെ റെയർ കേസസിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം സംഭവിച്ചു. 2024 ആറ്റംസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവം സംഭവിച്ചിരുന്നു അല്ലെ. അതിനകത്ത് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ നോക്കുമ്പോൾ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പം അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ നീറ്റിൽ വരാനുള്ള ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം. അപ്പൊ അങ്ങനെ ഇഷ്യൂസ് എങ്ങനെയാണ് അവരെ അതിൽ ഫേസ് ചെയ്യേണ്ടത് എന്ന് പ്രോസ്പെക്ട്സിൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനി നിങ്ങളൊരു പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് നീറ്റ് എക്സാം എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. അതായത് അവർ പറയുന്നുണ്ട്, എവറി എഫോർട്ട് വിൽ ബി മെയ്ഡ് ടു എൻഷുർ ദാറ്റ് ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് യുണീക്ക് ആൻസർ എന്നാണ്. എല്ലാ ക്വസ്റ്റ്യനും യുണീക്ക് ആയിട്ടുള്ള ആൻസറെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള എഫേർട്ട് മാക്സിമം NTA ചെയ്യും എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു സർക്കംസ്റ്റൻസ് വന്നിട്ട് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ശരിയായി എന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാനൊരു കാൻഡിഡേറ്റ് ആണ്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ചോദ്യം കണ്ടു, ആ ചോദ്യം വായിച്ചു നോക്കി, അവിടെ നിന്ന് ഞാൻ ഓപ്ഷൻസ് നോക്കാൻ നേരത്ത് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ശരിയാണ്. എനിക്കപ്പോ ഫസ്റ്റ് മൈൻഡ് വന്നത്, ഞാനിത് മാർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് ചിലപ്പോ ഓൾറെഡി NTA ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഞാനിത് അറ്റൻഡ് ചെയ്യാതിരിക്കാം. എന്തായാലും അത് തെറ്റായതാണ്, കാരണം 2 ഓപ്ഷൻസ് ശരിയായി വന്നു. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ പോലെ അത് ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാനത് അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. ഞാനിത് എന്തായാലും അറ്റൻഡ് ചെയ്യുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ, ഈ ഓപ്ഷൻ ഒക്കെ ശരിയാണ്. അപ്പൊ അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ അവിടെ വലിയൊരു പ്രശ്നം വരും. അത് ശ്രദ്ധിക്കുക. ഇഫ് മോർ ദാൻ 1 ഓപ്ഷൻ ഈസ് ഫൗണ്ട് ടു ബി കറക്റ്റ്, then 4 marks will be awarded to only those who have marked any of the correct option. അതായത് എയും സിയും ശരിയാണ്, പക്ഷെ ആ ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻസ് ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാതെ വിട്ടാൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് കിട്ടൂല. അപ്പൊ നിങ്ങൾ എത്ര റാങ്ക് പിന്നോട്ട് പോകും എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് അതിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ടോപ്പിക്ക് എന്നാൽ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയാൽ എനിക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയാണ്. അപ്പൊ ഞാൻ അതിൽ ഏതെങ്കിലും ഒരു കറക്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, മാർക്ക് കിട്ടൂല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തൊരു കാര്യം, 4 ഓപ്ഷൻസും ശരി. വളരെ റയർ കേസിലാണ് 4 ഓപ്ഷൻസും ഇപ്പൊ ശരിയാണെന്ന് ആരെങ്കിലും സ്റ്റേറ്റ് ചെയ്യുകയാണ്, അത് അംഗീകരിക്കുന്നു NTA. 4 ഓപ്ഷൻസ് ശരിയാണ്. അവിടെയും നിങ്ങൾ ഏതെങ്കിലും ഒരു കറക്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതല്ലാണ്ട് ക്വസ്റ്റ്യൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, മാർക്കിലേക്ക് കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ അതിനുശേഷം നമുക്ക് അത് വെച്ചിട്ട് അപ്പൊ ഓൾറെഡി ഒരു പ്രോസ്പെക്ട്സിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്, ശ്രദ്ധിക്കണം. പിന്നെ ഫൈനലി ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്, അതും സംഭവിച്ചിട്ടുണ്ട്. റൊട്ടേഷൻ മോഷൻ എന്നൊക്കെ 2023 ഏതോ സമയത്ത് അങ്ങനെ ഓപ്ഷൻസ് മൊത്തം തെറ്റാവുന്ന രീതിയിൽ, ആൻസർ വരാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ അതിപ്പോ അറ്റംപ്റ്റ് ചെയ്തവർക്കും അറ്റംപ്റ്റ് ചെയ്യാത്തവർക്കും ആ പരീക്ഷയിൽ അപ്പിയർ ചെയ്ത എല്ലാവർക്കും മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ തെറ്റാണ്, ഓപ്ഷൻസ് ഒന്നും ശരിയല്ല എന്ന കേസിൽ മാത്രമാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വിട്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇതാക്കാൻ സാധിക്കും. പക്ഷെ അതേസമയം കറക്റ്റ് ഓപ്ഷൻസ് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെന്നും അത് നിങ്ങൾ എന്നിട്ട് അത് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ മാർക്കിന് പരിഗണിക്കില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് അത് ഹെൽപ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ അതിനി മോക്സ് എഴുതുമ്പോൾ നിങ്ങൾ അത് ഫീൽ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാനത് അറ്റൻഡ് ചെയ്തിരിക്കും, ഒന്നിൽ കൂടുതൽ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തിരിക്കും എന്ന് തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം.
പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ടൈ ബ്രേക്കിംഗ് കണ്ടീഷൻസ് വരുന്ന ഒരു പരീക്ഷയാണ് ശരിക്കും നീറ്റ് എക്സാം. കാരണം ഒരുപാട് പേർ, ഇത്രയും ലക്ഷം ആൾക്കാർ എഴുതുന്നത് കൊണ്ട് തന്നെ സ്കോർ പലരുടെയും ടൈ ആകും. അപ്പൊ ഈ ടൈ എങ്ങനെ അവർ പരിഹരിക്കുന്നു എന്നതും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും എനിക്കിപ്പം ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ശരിയാക്കി, ഇത്ര ക്വസ്റ്റ്യൻസ് തെറ്റി. അപ്പൊ തെറ്റായ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിനും ശരിയാക്കിയ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിനും ഈ ടൈ ബ്രേക്കിംഗിൽ എന്തെങ്കിലും റോൾ ഉണ്ടാകുമോ? ഉറപ്പായിട്ടും ഉണ്ട്. അതാണ് ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് അവർ പരിഗണിക്കുന്നത് ടൈ വന്നു കഴിഞ്ഞാൽ, രണ്ട് കാൻഡിഡേറ്റ്സ് തമ്മിൽ ടൈ വന്നു കഴിഞ്ഞാൽ ബയോളജി സ്കോർ നോക്കും. ആർക്കാണ് ഉയർന്ന ബയോളജി സ്കോർ അയാളെ ഫ്രണ്ടിൽ പരിഗണിക്കും, അയാൾക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. ഇനി അതും ടൈ ആണ്, ബയോളജി സ്കോർ അവർ രണ്ടുപേരും ബയോളജിന്റെ സ്കോർ ടൈ ആക്കി വെച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ പരിഗണിക്കുക അവരുടെ കെമിസ്ട്രീന്റെ മാർക്ക് അല്ലെങ്കിൽ പെർസെന്റേജ് ആയിരിക്കും. ആർക്കാണോ കൂടുതൽ അയാൾക്ക് പ്രിഫറൻസ് ആയിരിക്കും. ഇനി അപ്പോഴും ടൈ ആണെങ്കിൽ പിന്നെ പ്രിഫറൻസ് ഫിസിക്സിനാണ്. സോ കാൻഡിഡേറ്റ്സ് ഒബ്റ്റൈനിങ് ഹയർ മാർക്സ് ഓഫ് പേഴ്സൺ ഫിസിക്സ്. അതാണ്. ഇനി എന്നിട്ടും ടൈ ആണെന്ന് വിചാരിക്കുക, അപ്പോഴാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഉറപ്പായിട്ടും വരും, ഒരുപാട് കാൻഡിഡേറ്റ്സിന് സിമിലർ ആയിട്ടുള്ള ഒരുപാട് മാർക്കുകൾ വരും. അത് ഈ ക്രൈറ്റീരിയ വെച്ചാണ് അവർ സോൾവ് ചെയ്യുന്നത്. ഇത് ഡി എന്ന് വായിച്ചു നോക്കിയേ. കാൻഡിഡേറ്റ് വിത്ത് ലെസ് പ്രപ്പോർഷൻ ഓഫ് ദ നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് ഇൻ ഓൾ ദ സബ്ജക്ട്സ്. മൊത്തം സബ്ജക്ട്സ് നോക്കുമ്പോൾ കറക്റ്റ് ആൻസേഴ്സിന്റെ എണ്ണവും ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ എണ്ണത്തിന് റേഷ്യോ എടുക്കും. അവിടെ ന്യൂമറേറ്റർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ്, അത് ചെറുതായിരിക്കണം. ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ എണ്ണം കുറവായിരിക്കണം. അപ്പൊ ആ പ്രപ്പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഓൾ ദ സബ്ജക്ട്സ് ആണ്, ആ പ്രപ്പോർഷൻ, ആ റേഷ്യോ എത്രയാണെന്ന് നോക്കും. ഓക്കെ, അപ്പം നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ, അതിനുശേഷം എന്നിട്ടും ടൈ വരികയാണെങ്കിൽ പിന്നെ അവർ ശ്രദ്ധിക്കുക ലെസ് പ്രപ്പോർഷൻ ഓഫ് എ നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. പിന്നെ ബയോളജിയിലാണ്, ബോട്ടണിയിലും സുവോളജിയിലും എത്ര എണ്ണം ശരിയാക്കി എത്ര എണ്ണം തെറ്റാക്കി അതിന്റെ റേഷ്യോ എടുക്കും. അതിൽ ഏറ്റവും കുറവ് ആർക്കാണോ കിട്ടുന്നത്, ദാറ്റ് ഈസ് ലെസ് പ്രപ്പോർഷൻ ആണ്. ഏറ്റവും കറക്റ്റ് ആയിട്ട് കൂടുതൽ ആൻസർ ചെയ്ത് ആരാണോ അയാൾക്കായിരിക്കും പിന്നെ പ്രിഫറൻസ്. കണ്ടോ? അപ്പൊ ഇൻകറക്റ്റ് ആൻസേഴ്സിനും കറക്റ്റ് ആൻസേഴ്സിന്റെ എണ്ണത്തിനും നിങ്ങളുടെ ടൈയിൽ ഭയങ്കരമായിട്ട് ഒരു റോളുണ്ട്. ഫൈനലി പിന്നെ കെമിസ്ട്രി ആയിരിക്കും പരിഗണിക്കാം. എന്നിട്ടും ടൈ ആണെങ്കിൽ കറക്റ്റ് ആൻസേഴ്സിന്റെ റേഷ്യോ നോക്കും. എന്നിട്ടും ടൈ ആണെങ്കിൽ കറക്റ്റ് ആൻസർ ഫിസിക്സിന്റെ റേഷ്യോ നോക്കും. റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് കേസസിൽ എന്നിട്ടും ടൈ വരും. അങ്ങനെയുള്ള കേസുകളിൽ ചെറിയൊരു അപ്ഡേറ്റ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്, അവർ പറയുന്നത് ശ്രദ്ധിക്കണം. ഇൻ കേസ് A to G ക്രൈറ്റീരിയ ആർ എക്സോസ്റ്റഡ്, അത്രയും നോക്കിയിട്ടും പിന്നെയും ടൈ വരികയാണെങ്കിൽ ആൻഡ് ടൈ സ്റ്റിൽ പെർസിസ്റ്റ്, ഇപ്പോഴും ടൈ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിസോൾവ് ത്രൂ എ റാൻഡം പ്രോസസ്. അങ്ങനെയാണ് അവർ പറയുന്നത്. റാൻഡം പ്രോസസ്, ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒരു റാൻഡം പ്രോസസ് വഴിയാണ് അത് റിസോൾവ് ചെയ്യുക. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, പക്ഷെ ഇത് ഇത്രയും നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. A to G അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇപ്പോഴേ മോക്ക് എഴുതും തോറും ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ എണ്ണം എങ്ങനെ കുറയ്ക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ഇഗ്നോർ ചെയ്ത് ശീലിക്കുക. അറിയാത്ത ചോദ്യമാണ്, പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഇവിടെ അറിയാം, പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ നെഗറ്റീവ് മാർക്കിങ്ങിന്റെ എണ്ണങ്ങൾ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, കുഞ്ഞു മാർക്കുകൾക്കാണ് കുറെ പേർക്ക് പല സീറ്റുകളും നഷ്ടമാവുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇത് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കാണോ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നീറ്റ് എഴുതുമ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ടെൻഷൻ ഉണ്ടാവുമെന്നറിയാം, എന്നാലും മാക്സിമം സബ്ജക്റ്റിൽ എൻഗേജ്ഡ് ആയിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിച്ച് മെയ് 4 കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇനി കുറച്ച് നാളെ ഞാൻ ഫ്രീ ആണ്. ആ ഒരു സമയത്തേക്ക് ഞാൻ ഫ്രീ ആയിട്ടിരിക്കാം. ഇപ്പൊ ഞാൻ മാക്സിമം എന്റെ എഫേർട്ട് ഇടും. ആ എഫേർട്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു സ്കോർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. Hope this video is helpful. Thank you so much.